എന്തായി? എന്തെങ്കിലും മാർഗം കണ്ടുപിടിച്ചോ? സംഭവം ഫേക്ക് ഡോക്യുമെന്റാന്നുള്ള കാര്യം ഉറപ്പാ. എന്തായാലും മാർച്ച് 5-ന് മുമ്പ് തെളിയിക്കുന്ന കാര്യമാണ് ബുദ്ധിമുട്ട്. പോലീസിൽ കംപ്ലൈന്റ് കൊടുത്താലും അന്വേഷണമൊക്കെ വരുമ്പോഴേക്കും സമയമെടുക്കും. പിന്നെ എന്താ ഒരു പോംവഴി? അമൃതയുടെ 2 അനിയത്തിമാർക്കും കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുക. അവൾ ഒറ്റയ്ക്ക് വേണം കാശൊക്കെ ഉണ്ടാക്കാനും. ഞാൻ എൻ്റെ കാറ്ററിംഗ് ഷോപ്പിന് വേണ്ടി എടുത്ത ലോണില്ലേ, അതിൽ നിന്ന് കുറച്ച് കാശും കൂടെ അനുവദിക്കാൻ പറ്റുമോ? അത് നടക്കില്ല അഭിമന്യു. ലോൺ എടുത്തിട്ട് 6 മാസമല്ലേ ആയുള്ളൂ. തന്നെയുമല്ല, അന്ന് മാക്സിമം തുകയല്ലേ എടുത്തത്. അതെ, എനിക്കറിയാം. മാക്സിമം കാശ് തന്നിട്ടുണ്ടെന്നറിയാം. വേറെ മാർഗമൊന്നും ഇല്ലാത്തതുകൊണ്ട് ചോദിച്ചതാ. അല്ലെങ്കിലും ഈ തുക തന്നെ അഭിമന്യുവിന് താങ്ങാവുന്നതിലും കൂടുതലാണ്. വെറുതെ ലോൺ എടുത്ത് കൂട്ടാൻ ഞാൻ സമ്മതിക്കില്ല. ഒരനിയത്തിയെ അഭിമന്യുവിനും കെട്ടിച്ചുവിടാനുണ്ട്, അത് മറക്കരുത്. അതൊന്നും സാരമില്ല. ഇപ്പൊ അമൃതയ്ക്കാ കാശിന് ആവശ്യം. അതെങ്ങനെയെങ്കിലും നടത്തി കൊടുക്കണം. ആ പ്രസിഡന്റിനോട് ഒന്നുകൂടെ ഒന്ന് ചോദിച്ചു നോക്കേ. അയാൾ സമ്മതിക്കില്ല. എന്നാലും ഞാൻ ചോദിച്ചു നോക്കാം. ഞാൻ പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. എന്തെങ്കിലും ഒരു പോംവഴി മുന്നിൽ തെളിഞ്ഞു വരാതിരിക്കില്ല. അതും ആലോചിച്ചിരുന്ന് മനസ്സ് വിഷമിപ്പിക്കണ്ട. പെട്ടെന്നുള്ള ദേഷ്യത്തിൽ പറഞ്ഞതായിരിക്കും അഖില. അല്ലാതെ അഖിലക്ക് എന്താ അമൃതേച്ചോട് പിണക്കം? എന്നാലും ചേച്ചി, കൃഷ്ണേട്ടന്റെ മുമ്പിൽ വെച്ച് അങ്ങനെയൊക്കെ പറയാന്ന് വെച്ചാ, നമ്മൾ ആരെങ്കിലും ഇതുവരെ പഞ്ചരത്നത്തിന്റെ കണക്കിൽ തർക്കം പറഞ്ഞിട്ടുണ്ടോ? സത്യത്തില് കൃഷ്ണേട്ടൻ പറഞ്ഞതൊരു ന്യായമായിട്ടാ എനിക്ക് തോന്നിയത്. കല്യാണത്തിന്റെ പേരില് അങ്ങനെ ഒരുപാട് കാശ് ചെലവാക്കേണ്ട കാര്യമൊന്നുമില്ല. ആ പൈസ നിങ്ങളുടെ പേരിൽ ബാങ്കിലിട്ടാ നാളെ ഒരു ആവശ്യം വരുമ്പോ ഉപകരിക്കും. നോക്കിക്കോ, എന്റെ കല്യാണത്തിന് ഒരാഡംബരം ഉണ്ടാവില്ല. അഖിലേച്ച് പറഞ്ഞതുപോലെ രജിസ്റ്റർ ഓഫീസിൽ പോയി കല്യാണം കഴിക്കാൻ ഞാൻ. മതി, ഇനി ആ വിഷയം വിട്. കൂടുതൽ പറഞ്ഞാ കൂടുതൽ വിഷമാവേ ഉള്ളൂ. എന്താ രണ്ടുപേരും കൂടി ഒരു ആലോചന? അല്ല, അഖില എവിടെ? അഖില അങ്ങനെയൊക്കെ പറഞ്ഞത് ചേച്ചിക്ക് സങ്കടമായി അല്ലേ? എന്ത് സങ്കടം? അവക്ക് അങ്ങനെയൊക്കെ പറയാൻ ഞാനല്ലേ ഉള്ളൂ. വേറെ ആരോടും അല്ലല്ലോ പറഞ്ഞത്. എന്റെ മുഖത്ത് നോക്കിയല്ലേ. അതിനിപ്പോ എന്താ? എന്നാലും കാശിന്റെ കണക്കൊക്കെ പറയാന്ന് വെച്ചാ, അത് പിന്നെ കാശിന്റെ കണക്ക് പറയാതെ പറ്റില്ലല്ലോ. അതില് ഒരു തെറ്റുമില്ല. പിന്നെ അവള് പറഞ്ഞതുപോലെ ജീവിതത്തിൽ ഒരിക്കലല്ലേ കല്യാണമുള്ളൂ. അത് ഭംഗിയായി നടക്കണമെന്ന് ഏത് പെണ്ണും ആഗ്രഹിക്കില്ലേ? അമൃതേച്ചി എങ്ങനെയൊക്കെ ന്യായീകരിച്ചാലും അഖിലയുടെ സ്വഭാവത്തിൽ ഈയിടെ നല്ല മാറ്റമുണ്ട്. ഇങ്ങനെ ആയിരുന്നില്ല അവള്. ഒക്കെ നിങ്ങളുടെ തോന്നലാ. നമ്മളിങ്ങനെ പഞ്ചരത്നങ്ങളായിട്ട് കൂട്ടുകൂടിയിരിക്കുന്നത് വരെ ഒറ്റക്കെട്ടായി ജീവിക്കും. അങ്ങനെ ആയാ കൊള്ളാം. അഖില ചേച്ചിയോട് അങ്ങനെ പറഞ്ഞത് ആരാധ്യക്ക് വിഷമായി. അതായി കലി. അത് വിട്ടേക്ക്. ഒരു വീടാവുമ്പോ ഇങ്ങനത്തെ സൗന്ദര്യപ്പിണക്കങ്ങളൊക്കെ ഉണ്ടാവും. കൂടുതലൊന്നും പറഞ്ഞത് വഷളാക്കാതിരുന്നാ മതി. ചേച്ചി, പൈസക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്നോട് പറയണം. ഈ കല്യാണം വലിയ ആഘോഷമാക്കണമെന്നൊന്നുമില്ല. നമുക്ക് ആവും പോലെയൊക്കെ മതി. എന്താ നീ പറയുന്നേ? ഇങ്ങനെയൊക്കെ പറയാൻ ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായേ? പൈസ ഇല്ലെന്ന് ആര് പറഞ്ഞു? ഒക്കെ ഉണ്ടാവും. ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ ഞാൻ നിങ്ങളുടെ ചേച്ചിയാന്ന് പറഞ്ഞ് നടക്കുന്നേ? ഹലോ, ഞാനേ പുറത്ത് റോഡിലുണ്ട്. ഒന്നിങ്ങോട്ട് ഇറങ്ങി വരുമോ? എന്താ? അത് നേരിട്ട് പറയാം. ഒന്ന് പെട്ടെന്ന് വരുമോ? പിന്നെ ഞാനിവിടെ ഉണ്ടെന്ന് അവിടെ വേറെ ആരും അറിയണ്ട. ആരാ ചേച്ചി? നിന്റെ ജോലി നടക്കട്ടെ. ഞാനും കൂടി സഹായിച്ചില്ലെങ്കിൽ അടുക്കളയിലെ കാര്യങ്ങളൊന്നും നടക്കില്ല.
ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.